നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരിൽ 15 പേർ മുസ്ലിം പേരുള്ളവരാണ്. കൊല്ലുന്നതിന് മുമ്പ് പേരുകൾ ഓരോന്നായി ചോദിച്ചാണ് ഭീകരവാദികൾ കൊന്നുവെന്ന് ഗോദി മീഡിയകൾ ആക്രോശിക്കുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു രീതിയിലും ശ്രദ്ധ ചെലുത്താനല്ല കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം, മറിച്ച് അത് വോട്ടാക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് സൗദി യാത്ര റദ്ദാക്കിക്കൊണ്ട് മറ്റ് ഒരു സ്ഥലം സന്ദർശിക്കാതെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് വലിയ രീതിയിൽ ദുഃഖിതരായിരിക്കുന്ന കശ്മീരികളെ സമാധാനിപ്പിക്കാനും പെഹൽഗാമിൽ എത്തി സന്ദർശനം നടത്താനുമായിരിക്കും അദ്ദേഹം വരുന്നത് എന്നാണ്. എന്നാൽ എല്ലാവരുടെയും കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം പോയത് ബീഹാറിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ്. നിതീഷ് കുമാറിനോടൊപ്പം വേദി പങ്കിടാൻ. എന്നിട്ട് അവിടെ ചെന്ന് പാകിസ്ഥാനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ഡയലോഗ് ഇറക്കുന്നു. വാസ്തവത്തിൽ ചെയ്തു കാണിക്കുകയാണ് വേണ്ടത്. പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോൾ ആദ്യം സന്ദർശിക്കേണ്ടത് പഹൽഗാമാണ്, അല്ലാതെ ബീഹാറിലെ പ്രചരണ റാലിയല്ല. എന്തൊരു ഗതികേടാണ് ഇതെന്ന് നോക്കണം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിങ്ങൾ എങ്ങനെ അവിടെ പ്രചരണം നടത്താൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നു? പെഹൽഗാമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ. പെഹൽഗാമിലെ പ്രശ്നത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണോ എന്നാണ് കൃത്യമായി പ്രതിപക്ഷം ചോദിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഇർഷാദ് ഖാൻ, ഹരിയാനയിൽ നിന്നുള്ള നീരജ് വർമ്മ, യു പിയിൽ നിന്നുള്ള സലീം ഖാൻ, യു പിയിൽ നിന്നുള്ള മീനാക്ഷി ത്രിപാഠി, ജമ്മുവിൽ നിന്നുള്ള റിയാസ് അഹമ്മദ്, ഡൽഹിയിൽ നിന്നുള്ള ഷാഹിദ് ഹുസൈൻ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഷെരീഫ് ഷെയ്ഖ്, മധ്യപ്രദേശിൽ നിന്നുള്ള രാകേഷ് യാദവ്, ഗുജറാത്തിൽ നിന്നുള്ള അസ്ലം മിർസ, ബീഹാറിൽ നിന്നുള്ള സുനിൽ ഗുപ്ത, യു പിയിൽ നിന്നുള്ള നസീം ഖാൻ, യു പിയിൽ നിന്നുള്ള ദീപക് വർമ്മ, കേരളത്തിൽ നിന്നുള്ള രാമചന്ദ്രൻ, ബീഹാറിൽ നിന്നുള്ള അഫ്സൽ അൻസാരി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള മൊഹ്സൈൻ ഷെയ്ഖ്, ഡൽഹിയിൽ നിന്നുള്ള സുരേഷ് കുമാർ, ജമീൽ അഹമ്മദ് എന്ന പഞ്ചാബുകാരൻ, ഹരിയാനയിൽ നിന്നുള്ള പ്രവീൺ താക്കൂർ, യു പിയിൽ നിന്നുള്ള ആരിഫ് ഖുറേഷി, പ്രദീപ് മിശ്ര എന്ന യു പിക്കാരൻ, രമേശ് യാദവ് എന്ന യു പിയിൽ നിന്നുള്ള ആൾ, ബീഹാറിൽ നിന്നുള്ള അനിൽ റോയ്, രാജസ്ഥാനിൽ നിന്നുള്ള സലീം ബെയ്ഗ്, ഡൽഹിയിൽ നിന്നുള്ള ഫൈസൽ ഖാൻ, യു പിയിൽ നിന്നുള്ള അനീസ് ഖുറേഷി, യു പിയിൽ നിന്നുള്ള മുഹമ്മദ് ആസിഫ്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? അവർ പേര് ചോദിച്ച് അവർ ട്രൗസർ അഴിപ്പിച്ചാണ് വെടിയുതിർത്തത് എന്ന് ഗോദി മീഡിയകൾ തട്ടിവിടുമ്പോൾ അതിന് ഏറ്റുപാടുന്ന സംഘപരിവാർ സംഘടന ഈ രാജ്യത്ത് മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെയല്ലോ, അവർക്ക് വേണ്ടത് ഹിന്ദുക്കളെയല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇത് തന്നെയാണ് അമിത്ഷാ ഉത്തർപ്രദേശിലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ട് അദ്ദേഹം 2014 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റിയത്. ഇത് തന്നെയാണ് രാജ്യത്ത് മുഴുവൻ സംഘപരിവാർ ഭൂരിപക്ഷം പിടിച്ചെടുക്കാൻ വേണ്ടി ഈ രാജ്യം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കലാപ സാഹചര്യത്തിനെയും അതുപോലെ ഭീകരാക്രമണത്തിനെയും വോട്ടാക്കി മുതലെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം. ഇത് ആദ്യമായി തുടങ്ങിയൊന്നുമല്ല. 2019 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ട സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അവിടെയാണ് പെട്ടെന്നുണ്ടായ ഭീകരാക്രമണം, പത്താൻകോട്ടിലുണ്ടായ ഭീകരാക്രമണം, അതിനെ തുടർന്നുള്ള സർജിക്കൽ സ്ട്രൈക്ക്, ഇതെല്ലാം ഓരോ സ്ഥലത്തും പ്രചരണത്തിന് വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിച്ചു. എന്നിട്ടത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു. ഇത് പറയുന്നതിനാണ് കുറ്റം. ഇത് പറയുന്നവൻ ഇന്ത്യയിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നു. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് സംഘപരിവാർ സംഘടനകൾ പറയുന്നു. യഥാർത്ഥത്തിൽ സംഘപരിവാറിലെ പലരും കപടവാദികളാണ്. അവർക്ക് കപട രാജ്യസ്നേഹമാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അവർക്ക് കൃത്യമായുള്ളത് മുസ്ലിം വിരോധമാണ്. ഈ രാജ്യത്ത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായിരുന്നാലും ഒരേ അവകാശം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഭരണഘടനയിൽ പറയുന്നത്. ഈ രാജ്യം ഒരു മതരാജ്യമല്ല, ഈ രാജ്യം ഒരു സെക്കുലർ സോവറിൻ റിപ്പബ്ലിക്കാണ് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിനി മോദി എന്നല്ല, ഏത് സംഘപരിവാർ നേതാവ് വന്നാലും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തം.